ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഉലുവക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഉലുവ പായസം. ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ടതിൽ എല്ലാവർക്കും അറിയാം. ഉലുവ BP-ക്കും ഷുഗറിനും പിന്നെ ജോയിൻറ്റ് പെയിനും എല്ലാം നല്ലതാണ്. പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് പാല് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഉലുവ നല്ലതാണ്. ഉലുവ പാലാക്കിയിട്ടും കുടിക്കും. ഞാനിപ്പോൾ ഇവിടെ ഉലുവ പായസം അല്ലെങ്കിൽ ഉലുവ കഞ്ഞി വളരെ കുറച്ച് മധുരം ഇട്ടിട്ട് ആണ് ഞാൻ ആക്കുന്നത്. പിന്നെ ചിലർക്ക് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾ കുറച്ചുകൂടി അതിന് കയ്പ്പുണ്ടാവുമല്ലോ, അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർക്കാം. ഞാൻ വളരെ കുറച്ച് മധുരം മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ അധികം മധുരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉലുവയുടെ ഗുണം കിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് മധുരം കുറച്ചിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഉലുവ കഞ്ഞി അല്ലെങ്കിൽ ഉലുവ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ഉലുവ തലേദിവസം തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതേ വെള്ളം തന്നെയാണ് നമുക്ക് പിറ്റേ ദിവസം വേവിക്കാൻ എടുക്കേണ്ടത്. പിന്നെ 2 കപ്പ് പച്ചരിയാണ്, അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിടുക. പിന്നെ ഈ കുതിർത്ത ഉലുവയും അതിൻ്റെ വെള്ളം കളയാതെ തന്നെ കുക്കറിലേക്ക് ഇടണം. അത് എന്നിട്ട് അതിനാവശ്യത്തിന് വെള്ളം, ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടത് കുക്കറിൽ വേവിച്ചിട്ടിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് വേവിക്കണം. അത് കഴിഞ്ഞ് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് അത് കുക്കർ ഓഫ് ചെയ്തിട്ട് ആവി പോയി കഴിഞ്ഞിട്ടാകുമ്പോഴാണ് കുക്കർ തുറക്കേണ്ടത്. അതിന് ആ ഗ്യാപ്പിൽ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അതിന് ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് തേങ്ങയുടെ പാലാണ് എടുത്തത്. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് നമുക്കവിടെ മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ആണി വെല്ലം എടുത്തിട്ട്, ഇതിപ്പോൾ 1-ാം പാലാണ്, അത് 2-ാം പാൽ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 ആണി വെല്ലം അത്രയേ വേണ്ടൂ, അധികം വെല്ലം എടുക്കാൻ പാടില്ല. അതിനിടയിൽ ഇതിപ്പം കുക്കർ ആവിയൊക്കെ പോയി വെന്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 1 ആണി വെല്ലം അലിച്ചെടുത്തതാണിത്. അത് ഈ വെന്ത കുക്കറിലേക്ക്, ഇതില്ലേ ഉലുവ അരിയും കൂടിയിട്ടുള്ള ഇതിലേക്ക് ഈ വെല്ലം അലിയിച്ചത് അതിലേക്ക് ചേർക്കുക. അതിപ്പോൾ 1 കപ്പുണ്ട്, അതും കൂടി ചേർത്ത് നന്നായി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. എന്നാൽ മധുരം അധികം വേണ്ടി വരില്ല. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ മധുരം അത്രേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് അധികം മധുരം ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. നമ്മൾ പിന്നെ ഇതൊരു ഹെൽത്തി ഫുഡായതുകൊണ്ടാണ് നമ്മൾ വെല്ലം മധുരം അല്ലെങ്കിൽ കുറച്ചത്. ഇപ്പോൾ ആ വെല്ലം ചേർത്ത് നന്നായി തിളപ്പിച്ച് പിന്നെ ഇതിൻ്റെ തേങ്ങേൻ്റെ 2-ാം പാൽ ആദ്യം ചേർക്കുക. എന്നിട്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ 1-ാം പാലും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തിളക്കണം. തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും. അധികം കളറുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ വെല്ലം അത്രയല്ലേ നമ്മൾ ചേർക്കുന്നുള്ളൂ. വെല്ലം അല്ലെങ്കിൽ ശർക്കര എന്നാണ് ചിലരൊക്കെ പറയുന്നത്. അപ്പോൾ നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ബദാം അല്ലെങ്കിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ ബദാമോ അണ്ടിപ്പരിപ്പോ എല്ലാം കുറച്ച് നെയ്യ് ചേർത്തിട്ട് വറുത്തിട്ട് അതിലേക്കിടുക. അതൊന്ന് കടിക്കാനൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉലുവ പായസം അല്ലെങ്കിൽ ഉലുവ കഞ്ഞി റെഡിയായി. ഞാൻ അതിൻ്റെ മേലെ കുറച്ച് തുളസി ഇലയിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അങ്ങനെ പിന്നെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞ് കുടിക്കുന്നതാണ് ടേസ്റ്റ്. അതിൻ്റെ കയ്പ്പ് ഒന്ന് മാറിക്കിട്ടും, കയ്പ്പൊക്കെ പോകും. കുറച്ച് കഴിയുമ്പോൾ നല്ല കടിക്കുമ്പോഴിങ്ങനെ നല്ല ജെല്ല് പോലെ ഉണ്ടാകും. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.